നമ്മുടെ ചാനലിൽ ഒരു വ്യക്തി ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ചോദിക്കുകയുണ്ടായി അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന സംഭവം ഈ ലോകത്തുണ്ടോ എന്ന്. ഇതിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് 3D കോൺഷ്യസ്നെസ്സിലുള്ള അല്ലെങ്കിൽ ഏർത്ത്ലി കോൺഷ്യസ്നെസ്സിലുള്ള ഒരു വ്യക്തിനെ കൊണ്ട് ഒരിക്കലും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കൊടുക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. അൺഅവേക്കൻഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ഹ്യൂമൻസിനെ കൊണ്ട് കഴിയില്ല. അതുമാത്രമല്ല, ഈ ഒരു 3D കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്നവർ വന്നിട്ട് എത്രത്തോളം ശ്രമിച്ചാലും എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, ഈഗോ ഉണ്ടാവും. ഒരു ചെറിയ കാര്യത്തിന് പോലും പരസ്പരം ബ്ലെയിം ചെയ്യും. അതേപോലെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ കാണുക, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുള്ള ആ ഒരു ഫെമിനൻ എനർജി ഓർ മാസ്കുലിൻ എനർജീനെ നമ്മൾ കാണുക. നേരെ മറിച്ച് 5D കോൺഷ്യസ്നെസ്സിലുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർ ഈ ലോകത്തിലെ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഡിറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ അവർ സ്നേഹിക്കില്ല അല്ലെങ്കിൽ അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യില്ല എന്നല്ല. അവർക്ക് ഈ ഒരു ലോകത്തിൽ എന്താണ് നടക്കുന്നത്, എനർജറ്റിക്കലി സ്പിരിച്വലി അവരെന്തിനാണ് വന്നത് ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ കൈ പിടിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിത യാത്ര, ഈ ഒരു ലോകത്തിലെ യാത്ര വന്നിട്ട് സുഗമമാക്കാൻ അല്ലെങ്കിൽ ഈസി ആക്കാനാണ് അവർ ശ്രമിക്കുക. അങ്ങനെ അവർ മറ്റുള്ളവരുടെ ലൈഫ് ഈസി ആക്കാൻ ശ്രമിക്കുമ്പോൾ അവരത് സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്യുന്നത്. പലരും സ്നേഹത്തിൽ വീഴുമ്പോൾ അവരെ തന്നെ നഷ്ടപ്പെടുത്തിയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ 5D കോൺഷ്യസ്നെസ്സിലുള്ള വ്യക്തികൾ അങ്ങനെയല്ല. അതേപോലെ തന്നെ താനൊരു കാര്യം കൊടുക്കുമ്പോൾ അത് തനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് ഇവർ സ്നേഹിക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി ഡ്രെയിൻ ആവില്ല. ഇവർക്ക് എങ്ങനെ റീചാർജ് ചെയ്യണം എന്ന് നല്ലപോലെ അറിയാം. സോ എൻ്റെ അഭിപ്രായത്തിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലാണോ അതിനനുസരിച്ച് ചേഞ്ച് ആവും. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കാം. ബട്ട് ദിസ് ഈസ് മൈ ഒപ്പീനിയൻ.